1 പത്രോസ് 3:10 ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. നമ്മുടെ വാക്കുകൾ, സംസാര ശൈലി തുടങ്ങിയവ ജീവിതത്തെ സ്വാധീനിക്കും, ജീവനെ സ്വാധീനിക്കും എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മുടെ ചിന്തകൾ നിറഞ്ഞു കവിഞ്ഞ് വാക്കുകളായി പുറത്തേക്ക് വരുമെന്നതിനാൽ ഓരോ ചലനങ്ങളെയും അവ സ്വാധീനിക്കാൻ മതിയായതാണ്. നമ്മോട് ദോഷം ചെയ്യുന്നവരോടുള്ള മനോഭാവം എന്തായിരിക്കും? അവരോട് സംസാരിക്കുമ്പോൾ വരുന്ന വാക്കുകൾ എങ്ങനെയുള്ളവയായിരിക്കും? അവരെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നാം ഉപയോഗിക്കുന്ന വാക്കുകൾ എങ്ങനെയായിരിക്കും? പൊതുവെ നമ്മുടെ വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലാകും നാം സംസാരിക്കുന്നത്. എന്നാൽ അതിനെ നിയന്ത്രിക്കാനും ഏത് മാനസികാവസ്ഥയെയും ക്രിസ്തുവിന് അനുരൂപമായി മാറ്റിയെടുക്കാനും നമുക്ക് കഴിയണമെന്നാണ് പത്രോസ് പറയുന്നത്. ശപിക്കുന്നവരെ പോലും അനുഗ്രഹിക്കാൻ പത്രോസ് ഉപദേശിക്കുന്നു. കാരണം നാം അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ആകയാൽ അനുഗ്രഹിക്കുന്നവരായിരിക്കുക. അതിനാധാരമായി അപ്പോസ്തലൻ സങ്കീർത്തനത്തിൽ നിന്നൊരു ഭാഗം ഉദ്ധരിക്കുന്നു. അവിടെ നന്നായി സംസാരിക്കേണ്ടതിൻ്റെ, മോശം വാക്കുകൾ ഉപയോഗിക്കാതിരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തെന്ന് ഓർമ്മിപ്പിക്കുന്നു. ജീവനെ ആഗ്രഹിക്കുന്നവർ, ജീവിതത്തിൽ ശുഭത ആഗ്രഹിക്കുന്നവർ നാവിനെ ദോഷം ചെയ്യാതെ കാക്കണം എന്നാണ് പഠിപ്പിക്കുന്നത്. മോശം വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ നമുക്ക് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിനും അത് ഗുണം ചെയ്യും. നാവ് കൊണ്ട് യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറഞ്ഞപ്പോഴാണ് നാം രക്ഷിക്കപ്പെട്ടത്. ജീവനിലേക്ക് പ്രവേശിച്ചത് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നാവ് കൊണ്ട് ഏറ്റുപറഞ്ഞപ്പോഴാണെങ്കിൽ ജീവനിൽ വളരാനും ആ നാവിനെ ശരിയായി ഉപയോഗിക്കണം. വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുക, മറ്റുള്ളവരിലേക്കും ആത്മവിശ്വാസം പരത്തുന്ന വാക്കുകൾ സംസാരിക്കുക. ഏത് മോശം സാഹചര്യത്തിലും ദൈവം സകലതും നന്മയ്ക്കായി ചെയ്യുന്നു എന്ന് വിശ്വസിക്കുക. അങ്ങനെ തന്നെ സംസാരിക്കുക. തിന്മയെല്ലാം ദൈവം നന്മയാക്കി മാറ്റും. ആരെങ്കിലും നമ്മെ ശപിച്ചാലും അത് ദൈവം അനുഗ്രഹമാക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.